പശ്ചിമേഷ്യൻ യുദ്ധം 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി എവിടെയെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ യുഎസും ഇസ്രായേലും. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മുജ്തബ ഖമനേയി ചുമതലയേറ്റെങ്കിലും ഒരിക്കൽ പോലും മുജ്തബ പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് പ്രചരിക്കുന്നത്. മുജ്തബ ജീവിച്ചിരിപ്പില്ല എന്നാണ് ഇസ്രായേലും യുഎസും ആവർത്തിക്കുന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങളൊക്കെ ഇറാൻ തള്ളിക്കളയുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും മുജ്തബ ഖമനേയി എവിടെയെന്ന് ആർക്കും അറിയില്ല. ഈ സാഹചര്യത്തിലാണ് മുജ്തബ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നത്. പരിശോധിക്കാം വിശദമായി. ഞാൻ അഞ്ജിത. മാർച്ച് 9-നാണ് മുജ്തബയെ ഇറാന്റെ 3ാമത്തെ പരമോന്നത നേതാവായി നിയമിച്ചത്. എന്നാൽ അതിനുശേഷം ഒരിക്കൽ പോലും മുജ്തബ പൊതുപരിപാടികളിൽ പങ്കെടുത്തില്ല. പേർഷ്യൻ പുതുവർഷമായ നൗറൂസിൽ ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്യാൻ പതിവ് പോലെ പരമോന്നത നേതാവ് എത്തുമെന്ന് CIA-യും മൊസാദും ഉൾപ്പെടെയുള്ള ലോകോത്തര ഇന്റലിജൻസ് ഏജൻസികൾ കരുതിയിരുന്നുവെങ്കിലും അതുണ്ടായില്ല. നേരത്തെ എഴുതി തയ്യാറാക്കിയ പ്രസ്താവന മാത്രമാണ് മുജ്തബയിൽ നിന്ന് ഉണ്ടായത്. ഇതോടെ മുജ്തബ എവിടെയാണെന്നതിലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചും ദുരൂഹത പടർന്നു. നിലവിൽ മുജ്തബ ഖമനേയി തന്റെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നത് എക്സ് പോസ്റ്റുകളിലൂടെയാണ്. മുജ്തബയുടെ കുറിപ്പുകൾ ഇറാനിയൻ ദേശീയ ടെലിവിഷൻ ചാനലുകളിൽ ആങ്കർമാർ വായിക്കുന്നുമുണ്ട്. ഇതല്ലാതെ നേരിട്ടൊരു വീഡിയോ പോലും അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടില്ല. കൂടാതെ എക്സിൽ മുജ്തബ ഉപയോഗിച്ചിരിക്കുന്നത് AI നിർമ്മിതമായ ഒരു പ്രൊഫൈൽ ചിത്രമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ചില ഇന്ത്യൻ മാധ്യമങ്ങൾ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നുള്ള വിവരങ്ങളെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. ഔദ്യോഗികമായി യാതൊരു വിവരവും ലഭ്യമല്ല. അതേസമയം മുജ്തബ ജീവനോടെ ഉണ്ട് എന്നതിന് US ഇസ്രായേൽ ഇന്റലിജൻസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മുജ്തബയും ആയുള്ള കൂടിക്കാഴ്ചകൾക്കായി ഇറാൻ ഉദ്യോഗസ്ഥൻ സമയം തേടുന്നതടക്കമുള്ള വിവരങ്ങൾ ഇവരുടെ പക്കലുണ്ടെന്ന് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. പുതുവർഷത്തിൽ തന്റെ ഏതാനും ചിത്രങ്ങൾക്കൊപ്പം ഇറാൻ ജനതയ്ക്കായി ഒരു സന്ദേശം മുജ്തബ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അടുത്ത കാലത്തെടുത്ത ചിത്രങ്ങളാണോ അവയെന്ന് CIA പരിശോധിച്ച് വരികയാണെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ കാരണങ്ങളാലാണ് മുജ്തബ പൊതുമധ്യത്തിൽ വരാത്തതെന്നാണ് നിഗമനം. ഫെബ്രുവരി 28-ന് ആയത്തുള്ള ഖമനേയിയുടെ വസതിയിൽ ഇസ്രായേലും USഉം നടത്തിയ ആക്രമണത്തിൽ മുജ്തബയ്ക്ക് പരിക്കേറ്റിട്ടില്ല എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ വന്നത്. അദ്ദേഹം ആക്രമണ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നായിരുന്നു വിവരം. എന്നാൽ അദ്ദേഹം സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു എന്നുമാണ് ഉയർന്നുവന്ന അവകാശവാദങ്ങൾ. 56 വയസ്സുകാരനായ മുജ്തബ നിലവിൽ കോമയിലാണെന്നും അദ്ദേഹത്തിന്റെ ഒരു കാൽ മുറിച്ചു മാറ്റിയതായും ബ്രിട്ടീഷ് മാധ്യമമായ ദി സൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന്റെ യുദ്ധതന്ത്രങ്ങളെ നിയന്ത്രിക്കേണ്ട പുതിയ നേതാവ് മരണത്തോട് മല്ലിടുന്നത് ഭരണകൂടത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ടെഹ്റാനിലെ സിന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ അതീവ സുരക്ഷാ വലയത്തിലാണ് മുജ്തബയുടെ ചികിത്സ നടക്കുന്നത് എന്നാണ് സൂചന. ബോംബാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ വയറിനും കരളിനും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇറാന്റെ ആരോഗ്യമന്ത്രിയും പ്രമുഖ ട്രോമ സർജനുമായ മുഹമ്മദ് റസ സഫർഗന്ദിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് തീവ്രപരിചരണ വിഭാഗത്തിലെ ചികിത്സകൾ പുരോഗമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ആശുപത്രിയുടെ നിയന്ത്രണം പൂർണ്ണമായും സൈന്യം ഏറ്റെടുത്തതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ തയ്യാറായിട്ടില്ല. അതേസമയം ഇറാൻ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. തങ്ങളുടെ പരമോന്നത നേതാവിന് യാതൊരു കുഴപ്പവുമില്ലെന്നും ഇറാൻ വാദിക്കുന്നു. നിലവിൽ ഇറാൻ മുജ്തബയുടെ പുതിയ ചിത്രങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ആക്രമണ സാധ്യതയെ മുൻനിർത്തി മുജ്തബയെ ഇറാൻ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്ന് കരുതുന്നവരും ധാരാളമാണ്. 56 വയസ്സുള്ള മുജ്തബ ആയത്തുള്ള ഖമനേയിയുടെ 2ാമത്തെ മകനാണ്. 1979-ൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിതമാകുന്നതിന് 10 വർഷം മുൻപ് 1969-ൽ ഇറാന്റെ പ്രധാന കേന്ദ്രമായ മഷ്ഹദിലാണ് മുജ്തബ ഖമനേയി ജനിച്ചത്. ഹൈസ്കൂൾ പഠനത്തിന് ശേഷം 1987-ഓടെ അദ്ദേഹം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൽ ചേർന്നു. 1980 മുതൽ 1988 വരെ നീണ്ടുനിന്ന ഇറാൻ-ഇറാഖ് യുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം സൈനിക സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇറാനിൽ വലിയ സ്വാധീനമുള്ള റവല്യൂഷണറി ഗാർഡ്സുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് മുജ്തബ ഖമനേയി.